എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഇന്നത്തെ ക്ലാസ് ഒരു വീഡിയോ ലെക്ചർ ആയിട്ടാണ് ഇടുന്നത്. എല്ലാവരും ശ്രദ്ധിക്കുക. നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കെയ്നീഷ്യൻ തിയറി ഓഫ് ഇൻട്രസ്റ്റ്. ഒരു പ്രാവശ്യം നമ്മൾ ക്ലാസ് എടുത്താണെങ്കിലും അന്ന് നമുക്ക് ചില സാങ്കേതിക പ്രശ്നം ഉണ്ടായതുകൊണ്ട് ഞാൻ അതൊന്നുകൂടെ പറയാണ്. കെയ്നീഷ്യൻ തിയറി ഓഫ് ഇൻട്രസ്റ്റ്. ഇതിൻ്റെ മറ്റൊരു പേരാണ് ലിക്വിഡിറ്റി പ്രിഫറൻസ് തിയറി ഓഫ് ഇൻട്രസ്റ്റ്. എന്താണ് ഇൻട്രസ്റ്റിനെ സംബന്ധിക്കുന്ന കെയ്ൻസിന്റെ തിയറി? ആദ്യമായിട്ട് കെയ്ൻസ് പറയുന്നത് എവറിബഡി വിഷ് ടു ഹോൾഡ് എ പോർഷൻ ഓഫ് ദെയർ ഇൻകം ഇൻ ലിക്വിഡ് ഫോം, that is in cash. Interest is the reward for parting with liquidity. എല്ലാവരും പണം കയ്യിൽ സൂക്ഷിക്കാൻ ആഗ്രഹിക്കുന്നു. ഇങ്ങനെ സൂക്ഷിക്കുന്ന പണം ഉപേക്ഷിക്കുമ്പോൾ അല്ലെങ്കിൽ ഉപേക്ഷിക്കുന്നതിന് കിട്ടുന്ന പ്രതിഫലമാണ് ഇൻട്രസ്റ്റ്. ഇൻട്രസ്റ്റ് ഈസ് ദ റിവാർഡ് ഫോർ പാർട്ടിങ് വിത്ത് ലിക്വിഡിറ്റി. നമ്മുടെ കയ്യിലുള്ള ലിക്വിഡ് ക്യാഷ് നമ്മൾ ഉപേക്ഷിക്കുന്നതിന് കിട്ടുന്ന പ്രതിഫലമാണ് ഇൻട്രസ്റ്റ്. അതുപോലെ തന്നെ ഇൻട്രസ്റ്റ് പൂർണ്ണമായിട്ടും ഒരു മോണിറ്ററി ഫിനോമിനനാണ്. പണത്തിനെ മാത്രം ആശ്രയിക്കുന്ന ഒരു ഘടകമാണ് ഇൻട്രസ്റ്റ്. അതുപോലെ തന്നെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് തീരുമാനിക്കപ്പെടുന്നത് മോണിറ്ററി ഫാക്ടേഴ്സ് ആണ്. അതായത് ഡിമാൻഡ് ഫോർ മണി ആൻഡ് സപ്ലൈ ഓഫ് മണി. പണത്തിന്റെ ഡിമാൻഡ് അതുപോലെ തന്നെ പണത്തിന്റെ സപ്ലൈ, ഇത് രണ്ടുമാണ്. അതായത് ഇത് രണ്ടും പ്യുവർലി മോണിറ്ററി ഫാക്ടേഴ്സ് ആണ്. ഈ രണ്ട് പ്യുവർലി മോണിറ്ററി ഫാക്ടേഴ്സ് ആണ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് തീരുമാനിക്കുന്നത് ഇക്കോണമിയിൽ. നമുക്ക് ഡിമാൻഡ് ഫോർ മണി എന്താണെന്നും സപ്ലൈ ഓഫ് മണി എന്താണെന്നും കെയ്ൻസിന്റെ വേർഷൻ നോക്കാം. കെയ്ൻസിന്റെ അഭിപ്രായത്തിൽ ഡിമാൻഡ് ഫോർ മണി എന്ന് പറഞ്ഞാൽ ജനങ്ങൾ 3 കാര്യങ്ങൾക്ക് വേണ്ടിയാണ് പണം ഡിമാൻഡ് ചെയ്യുന്നത്. ഒന്ന് ട്രാൻസാക്ഷൻ ഡിമാൻഡ്, മറ്റൊന്ന് പ്രിക്കോഷണറി ഡിമാൻഡ്, സ്പെക്കുലേറ്റീവ് ഡിമാൻഡ്. ഈ 3 ഡിമാൻഡിന്റെയും ആകെ തുകയാണ് അയാളുടെ ടോട്ടൽ ഡിമാൻഡ് ഫോർ മണി. അപ്പൊ എന്താ ട്രാൻസാക്ഷൻ ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ? ട്രാൻസാക്ഷൻ ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ ദൈനംദിന ആവശ്യങ്ങൾക്ക് വേണ്ടി നമുക്ക് പണം ആവശ്യമാണ്. ഇതാണ് നമ്മുടെ ട്രാൻസാക്ഷൻ ഡിമാൻഡ് ഫോർ മണി എന്ന് പറയാം. ദൈനംദിന ചെലവുകൾക്ക് ഒരാളുടെ ട്രാൻസാക്ഷൻ ഡിമാൻഡ് ഫോർ മണി എപ്പോഴും അയാളുടെ വരുമാനത്തിന്റെ ഒരു ഫംഗ്ഷൻ ആയിരിക്കും. ട്രാൻസാക്ഷൻ ഡിമാൻഡ് ഫോർ മണി MT ഈസ് എ ഫംഗ്ഷൻ ഓഫ് Y, ഇൻകം. വരുമാനം കൂടുതലുള്ള ആൾക്കാർക്ക് കൂടുതൽ ദൈനംദിന ചെലവുകൾക്ക് പണം വേണ്ടി വരും. വരുമാനം കുറഞ്ഞ ആളുകൾക്ക് ട്രാൻസാക്ഷൻ ഡിമാൻഡ് ഫോർ മണി കുറവായിരിക്കും. മറ്റൊന്ന് പ്രിക്കോഷണറി ഡിമാൻഡ് ഫോർ മണിയാണ്. അതായത് ഭാവിയിൽ നമുക്ക് സംഭവിച്ചേക്കാവുന്ന ചില അപ്രതീക്ഷിത ചെലവുകൾ ചിലപ്പം ഉണ്ടാവും. അപ്പം അതിനുവേണ്ടി നമ്മൾ ഇന്ന് കുറച്ച് പണം അതിനുവേണ്ടി കയ്യിൽ സൂക്ഷിക്കും. എന്തെങ്കിലും അപ്രതീക്ഷിതമായി ചെലവ് കൂടിയാലോ ഒക്കെ, അപ്പം അതിനുവേണ്ടി നമ്മൾ കുറച്ച് പണം കയ്യിൽ സൂക്ഷിക്കും. അതാണ് നമ്മുടെ പ്രിക്കോഷണറി ഡിമാൻഡ് എന്ന് വിളിക്കുക. പ്രിക്കോഷണറി ഡിമാൻഡും ഓരോ വ്യക്തികളുടെയും ഇൻകത്തിന്റെ ഒരു ഫംഗ്ഷൻ ആയിരിക്കും. പ്രിക്കോഷണറി ഡിമാൻഡ് ഫോർ മണി ഈസ് എ ഫംഗ്ഷൻ ഓഫ് ഇൻകം. ഇനി തേർഡ്, ഇത് കെയ്ൻസിന്റെ ഒരു പ്രത്യേക കണ്ടുപിടുത്തമാണ്, സ്പെക്കുലേറ്റീവ് ഡിമാൻഡ് ഫോർ മണി. അതായത് ട്രാൻസാക്ഷനും പ്രിക്കോഷനും കൂടാതെ ആൾക്കാർ വേറൊരു ആവശ്യത്തിനും കൂടെ പണം ഡിമാൻഡ് ചെയ്യുന്നുണ്ട്. അതായത് സ്പെക്കുലേറ്റീവ് ഡിമാൻഡ് എന്നാണ് കെയ്ൻസ് അതിനെ വിളിക്കുക. അതായത് ഊഹക്കച്ചവടത്തിന് വേണ്ടി. അതായത് നമുക്ക് പണം ചില ഊഹക്കച്ചവടത്തിൽ നിക്ഷേപിക്കാനും അതിൽ നിന്ന് നമുക്ക് കൂടുതൽ ലാഭം കൊയ്യാനും വേണ്ടി ആവശ്യമായിട്ട് വരും. അപ്പോൾ അതിനു വേണ്ടി പണം ഡിമാൻഡ് ചെയ്യുന്നതിനാണ് സ്പെക്കുലേറ്റീവ് ഡിമാൻഡ് എന്ന് വിളിക്കുക. അപ്പോൾ ഈ ഊഹക്കച്ചവടം എന്നുള്ളത് കെയ്ൻസ് പറയുന്നത് ബോണ്ട് മാർക്കറ്റ് എന്നാണ്. ബോണ്ട് മാർക്കറ്റ് മാത്രമാണ് കെയ്ൻസ് എക്സാമ്പിളായിട്ട് പറയുന്നത്. അപ്പോൾ ബോണ്ട് മാർക്കറ്റിലെ ആൾക്കാർ പണം നിക്ഷേപിക്കാൻ ആഗ്രഹിക്കും, എന്നിട്ട് അതിൽ നിന്ന് ലാഭം നേടാൻ വേണ്ടി.
അപ്പോൾ ബോണ്ട് മാർക്കറ്റിൽ നിക്ഷേപിക്കുന്നത് ബോണ്ടിന്റെ വില കുറയുമ്പോൾ ആൾക്കാർ എന്ത് ചെയ്യും? ബോണ്ട് മാർക്കറ്റിൽ നിന്ന് ബോണ്ട് വാങ്ങിക്കും. എന്നിട്ട് ബോണ്ടിന്റെ വില കുറയുമ്പോൾ വില കൂടുമ്പോൾ അത് വീണ്ടും വിൽക്കും. അപ്പോൾ അങ്ങനെ അവിടെ കിട്ടുന്ന ആ വിലയിൽ ഉണ്ടാകുന്ന വ്യത്യാസം അയാളുടെ ലാഭമായിട്ട് വരും. അപ്പോൾ ഈ ബോണ്ടിന്റെ വില എപ്പോഴാണ് കൂടുകയും കുറയുകയും ചെയ്യുക? ബോണ്ടിന്റെ വിലയിൽ മാറ്റം വരുന്നത് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റിൽ മാറ്റം വരുമ്പോഴാണ്, മാർക്കറ്റ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റിൽ. ഇത് രണ്ടും തമ്മിൽ ഇൻവേഴ്സ് റിലേഷൻഷിപ്പാണ് ഉള്ളത്. അതായത് മാർക്കറ്റ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കുറയുമ്പോൾ ബോണ്ടിന്റെ വില കൂടും, മാർക്കറ്റ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കൂടുമ്പോൾ ബോണ്ടിന്റെ വില കുറയും. അപ്പം അതിനനുസരിച്ചിട്ടാണ് എന്ത് ചെയ്യുക? ബോണ്ട് വാങ്ങി വിൽക്കുകയൊക്കെ ചെയ്യുക. അപ്പോൾ ബോണ്ടിന്റെ സ്പെക്കുലേറ്റീവ് ഡിമാൻഡ് ഫോർ മണി എപ്പോഴും മാർക്കറ്റ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റിന് അനുസരിച്ചിട്ടായിരിക്കും മാറുക. അപ്പോൾ സ്പെക്കുലേറ്റീവ് ഡിമാൻഡ് ഫോർ മണി ഈസ് എ ഫങ്ഷൻ ഓഫ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. ഇത് തമ്മിലുള്ള റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് ഇൻവേഴ്സ് റിലേഷൻഷിപ്പാണ്. റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കൂടുമ്പം സ്പെക്കുലേറ്റീവ് ഡിമാൻഡ് ഫോർ മണി കുറയും, റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കുറയുമ്പോൾ സ്പെക്കുലേറ്റീവ് ഡിമാൻഡ് ഫോർ മണി കൂടും. അപ്പോൾ ഇതാണ് ഡിമാൻഡ് ഫോർ മണിയെ സംബന്ധിച്ചിട്ട് കെയ്ൻസ് പറഞ്ഞത്. അപ്പോൾ ഡിമാൻഡ് ഫോർ മണീൻ്റെ ഒരു കർവ് നമ്മൾ വരക്കുകയാണെങ്കിൽ നമ്മൾ എക്സ് ആക്സിസിൽ ഡിമാൻഡ് ഫോർ മണിയും വൈ ആക്സിസിൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റും മെഷർ ചെയ്യുകയാണെങ്കിൽ കർവ് ഒരു ഡൗൺവേർഡ് സ്ലോപ്പിംഗ് ആയിരിക്കും. അതിൻ്റെ അർത്ഥം റേറ്റ് ഓഫ് ഇൻട്രസ്റ്റും ഡിമാൻഡ് ഫോർ മണിയും തമ്മിൽ ഇൻവേഴ്സ് റിലേഷൻഷിപ്പാണ് ഉള്ളത്. റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കുറയുമ്പം ഡിമാൻഡ് ഫോർ മണി കൂടും, റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കൂടുമ്പോൾ ഡിമാൻഡ് ഫോർ മണി കുറയും. ഓക്കെ, നമുക്ക് സപ്ലൈ ഓഫ് മണിയെ കുറിച്ചോ. സപ്ലൈ ഓഫ് മണീൻ്റെ കർവ് നിങ്ങൾ ഈ ഡയഗ്രത്തിൽ നോക്കിയാൽ ഒരു വെർട്ടിക്കൽ സ്ട്രേറ്റ് ലൈൻ ആയിട്ടാണ് കാണുക. വെർട്ടിക്കൽ സ്ട്രേറ്റ് ലൈൻ പറഞ്ഞാൽ സപ്ലൈ ഓഫ് മണിയിൽ ഒരിക്കലും മാറ്റം വരുന്നില്ല. ഒരു പെർട്ടിക്കുലർ പോയിന്റ് ഓഫ് ടൈമിൽ സപ്ലൈ ഓഫ് മണി ഫിക്സഡ് ആയിരിക്കും. കാരണം സപ്ലൈ ഓഫ് മണി തീരുമാനിക്കുന്നത് സെൻട്രൽ ബാങ്കാണ്. സെൻട്രൽ ബാങ്ക് മാറ്റം വരുത്തിയാൽ മാത്രമേ സപ്ലൈ ഓഫ് മണിയിൽ ചേഞ്ചസ് ഉണ്ടാവും. ഇക്കോണമീൻ്റെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കൂടിയതിനെ കൊണ്ടോ കുറഞ്ഞതിനെ കൊണ്ടോ സപ്ലൈ ഓഫ് മണിയിൽ യാതൊരു മാറ്റവും ഉണ്ടാകില്ല. അതുകൊണ്ട് സപ്ലൈ ഓഫ് മണീൻ്റെ കർവ് ഒരു വെർട്ടിക്കൽ സ്ട്രേറ്റ് ലൈൻ ആയിരിക്കും. ഇനി നമ്മൾ എങ്ങനെയാണ് ഒരു ഇക്വിലിബ്രിയം റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്, ഇക്കോണമിയിൽ ഒരു ഇക്വിലിബ്രിയം റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് തീരുമാനിക്കുന്നത്? ഈ രണ്ട് ഫാക്ടേഴ്സ് കെയ്ൻസ് പറഞ്ഞ പോലെ ഡിമാൻഡ് ഫോർ മണിയും സപ്ലൈ ഓഫ് മണിയും ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റിലായിരിക്കും ഇക്കോണമീൻ്റെ ഇക്വിലിബ്രിയം റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് തീരുമാനിക്കപ്പെടുക. ഇതാണ് കെയ്ൻസിൻ്റെ തിയറി ഓഫ് ഇൻട്രസ്റ്റ്. The rate of interest is determined by the demand for money and supply of money. Okay. ഇനി തിയറിൻ്റെ ചില ലിമിറ്റേഷൻസ് നമുക്ക് നോക്കാം. ക്രിറ്റിസിസം. ഒന്നാമത്തെ കാര്യം, കെയ്ൻസ് അഡിറ്റീവ് ഫോം ഓഫ് ദ ഡിമാൻഡ് ഫോർ മണി ഫംഗ്ഷൻ ഹാസ് ബീൻ ക്രിട്ടിസൈസ്ഡ്. കെയ്ൻസിൻ്റെ ഡിമാൻഡ് ഫോർ മണിയുടെ അഡിറ്റീവ് ഫോം ഓഫ് ഡിമാൻഡ് ഫോർ മണി, അതായത് മൂന്ന് പ്രത്യേകം ഡിമാൻഡാണ് പണത്തിനുള്ളത്. ഈ മൂന്നും കൂട്ടിയാലാണ് ഒരാളുടെ ടോട്ടൽ ഡിമാൻഡ് ഫോർ മണി കിട്ടുന്നത് എന്ന് പറയുന്ന ആ രീതി ശരിയല്ല. അതിന് ശരിയല്ല എന്ന് പറയാൻ കാരണം, ആൾക്കാർ പണം കയ്യിൽ സൂക്ഷിക്കുമ്പം ഇങ്ങനെ മൂന്ന് കമ്പാർട്ട്മെന്റിലായി മൂന്ന് ഭാഗമായിട്ടല്ല സൂക്ഷിക്കുക. നമ്മൾ പണം ഒന്നിച്ചാണ് സൂക്ഷിക്കുക. ഇങ്ങനെ മൂന്ന് ഭാഗമായി സൂക്ഷിച്ചിട്ട് അത് കൂട്ടിക്കഴിഞ്ഞിട്ട് ടോട്ടൽ ഡിമാൻഡ് ഫോർ മണി കാണാന്ന് പറഞ്ഞാൽ അത് ശരിയായ ഒരു പ്രസ്താവനയല്ല. മറ്റൊന്ന്, ടോബിൻ എന്ന് പറഞ്ഞ ഇക്കണോമിസ്റ്റ് ജെയിംസ് ടോബിൻ ക്രിട്ടിസൈസ് ചെയ്തത്, കെയ്ൻസ് ഡിമാൻഡ് ഫോർ മണി കണക്കാക്കുമ്പോൾ വെൽത്ത് കൺസിഡർ ചെയ്തില്ല. ഒരാളുടെ വെൽത്ത് ഡിമാൻഡ് ഫോർ മണി പറയുമ്പോൾ കെയ്ൻസ് രണ്ട് ഘടകമാണ് പറയുക. ഒന്ന്, ഇൻകത്തിനെ ബാധിക്കും ഡിമാൻഡ് ഫോർ മണി. ട്രാൻസാക്ഷൻ ഡിമാൻഡ്, പ്രിക്കോഷണറി ഡിമാൻഡ് ഒക്കെ ഇൻകത്തിനനുസരിച്ചിട്ടാണ് ഉണ്ടാവുക. സ്പെക്കുലേറ്റീവ് ഡിമാൻഡ് ആണെങ്കിൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. ഒരിക്കലും വെൽത്ത് കെയ്ൻസ് അദ്ദേഹത്തിന്റെ അനാലിസിസിൽ പറഞ്ഞില്ല. ടോബിന്റെ അഭിപ്രായത്തിൽ വെൽത്തും ഒരു വ്യക്തിയുടെ ഡിമാൻഡ് ഫോർ മണിയെ സ്വാധീനിക്കുന്ന ഘടകമാണ്. കാരണം ഒരാൾക്ക് വരുമാനം തീരെ കുറവാണെങ്കിലും അയാൾക്ക് വെൽത്ത് ഉണ്ടെങ്കിൽ
സ്വത്തുണ്ടെങ്കിൽ അയാൾക്ക് ഡിമാൻഡ് ഫോർ മണി കൂടുതലായിരിക്കും. അപ്പോൾ വെൽത്ത് കൺസിഡർ ചെയ്തിട്ടില്ല എന്നുള്ളത് കെയ്ൻസിന്റെ തിയറിയുടെ ഒരു പ്രധാനപ്പെട്ട ലിമിറ്റേഷൻ ആണ്. മറ്റൊന്ന്, കെയ്ൻസ് ഡിനൈഡ് കംപ്ലീറ്റ്ലി ദ ഇൻഫ്ലുവൻസ് ഓഫ് റിയൽ ഫാക്ടേഴ്സ്. കെയ്ൻസിന്റെ അനാലിസിസിൽ റിയൽ ഫാക്ടേഴ്സ് പൂർണ്ണമായിട്ടും ഒഴിവാക്കി. മോണിറ്ററി ഫാക്ടേഴ്സ് ആണ് കെയ്ൻസ് എടുത്തത്. ഡിമാൻഡ് ഫോർ മണി, സപ്ലൈ ഓഫ് മണി. റിയൽ ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ സേവിങ്സ്, അതുപോലെ തന്നെ ഇൻവെസ്റ്റ്മെന്റ്. ഈ രണ്ട് ഫാക്ടേഴ്സും കെയ്ൻസ് പൂർണ്ണമായിട്ടും നെഗ്ലക്ട് ചെയ്തു. അതും ഈ തിയറിയുടെ ഒരു ലിമിറ്റേഷൻ ആണ്. കാരണം റിയൽ ഫാക്ടേഴ്സും എന്തിനെ അഫക്ട് ചെയ്യുന്നുണ്ട്? റേറ്റ് ഓഫ് ഇൻട്രസ്റ്റിനെ അഫക്ട് ചെയ്യുന്നുണ്ട്. ലാസ്റ്റ് criticism, Keynes regarded the rate of interest as the reward for parting with liquidity and not a return for saving. കെയ്ൻസിന്റെ അഭിപ്രായത്തിൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം പറഞ്ഞാണ്, ഇറ്റ് ഈസ് ദ റിവാർഡ് ഫോർ പാർട്ടിങ് വിത്ത് ലിക്വിഡിറ്റി. നമ്മുടെ കയ്യിലുള്ള പണം ഉപേക്ഷിക്കുന്നതിന് കിട്ടുന്ന പ്രതിഫലമാണ്, അല്ലാതെ നമ്മുടെ സേവിങ്സിന് ലഭിക്കുന്ന പ്രതിഫലമല്ല എന്നാണ് കെയ്ൻസ് പറയുന്നത്. പക്ഷെ ജേക്കബ് വൈനർ പറയുന്നു, സേവിങ്സ് ഇല്ലാതെ നമുക്ക് കയ്യിൽ പണം ഉണ്ടാവില്ല. അപ്പോൾ കയ്യിൽ പണം ഉണ്ടാകണമെങ്കിൽ ആദ്യം സേവിങ്സ് വേണം. സേവിങ്സ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് കയ്യിൽ പണം ഉണ്ടാവും. പണം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കത് വേറെ ആർക്കെങ്കിലും കൊടുത്തിട്ട് അതിൽ നിന്ന് ഇൻട്രസ്റ്റ് കിട്ടും. അപ്പോൾ കെയ്ൻസ് പറയുന്ന ഈ ഭാഗം എന്താണ്? ലിക്വിഡിറ്റി മാത്രമല്ല, ഈ ലിക്വിഡിറ്റി ഉണ്ടാവണമെങ്കിൽ സേവിങ്സ് വേണം. അപ്പോൾ ജേക്കബ് വൈനർ പറഞ്ഞതാണ്, ദർ ക്യാൻ ബി നോ ലിക്വിഡിറ്റി ടു സറണ്ടർ വിത്തൗട്ട് സേവിങ്. സമ്പാദ്യമില്ലാതെ ലിക്വിഡിറ്റി ഉണ്ടാവില്ല. ലിക്വിഡിറ്റി ഉണ്ടായാലും മാത്രമേ കെയ്ൻസ് പറയുന്നത് പോലെ അതിൽ നിന്ന് ഇൻട്രസ്റ്റ് റേറ്റ് കിട്ടും. അപ്പോൾ കെയ്ൻസ് പറയുന്നത് ഒരു പാർഷ്യലി ട്രൂ ആണ്, പക്ഷെ അതിന് സേവിങ്സും കൂടെ എന്ത് ചെയ്യുന്നുണ്ട്? ഒരാളുടെ സേവിങ്സിന്റെയും കൂടെ ഫലമായിട്ടാണ് എന്ത് ആൾക്കാർക്ക് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കിട്ടുന്നത്. സേവിങ്സ് ആണ് പിന്നീട് അയാളുടെ ലിക്വിഡ് ക്യാഷ് ആയിട്ട് മാറുന്നത്. ലിക്വിഡ് ക്യാഷ് മറ്റൊരാൾക്ക് വായ്പ നൽകുന്നതിലൂടെ അയാൾക്ക് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കിട്ടും. അപ്പോൾ ഇതാണ് ജേക്കബ് വൈനറിന്റെ ക്രിറ്റിസിസം. സേവിങ്സ് ഗെയിൻസ് പറഞ്ഞില്ല എന്നുള്ളതാണ് ഇവിടെയുള്ള പ്രശ്നം. റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് പറയുമ്പോൾ സേവിങ്സിന്റെയും കൂടെ ഒരു പ്രതിഫലമാണ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്ന് കെയ്ൻസ് പറഞ്ഞില്ല. ഓക്കെ, അപ്പോൾ ഇതാണ് കെയ്ൻസിന്റെ റേറ്റ് തിയറി ഓഫ് ഇൻട്രസ്റ്റ്, അല്ലെങ്കിൽ വേറൊരു പേരിൽ പറയുകയാണെങ്കിൽ ലിക്വിഡിറ്റി പ്രിഫറൻസ് തിയറി ഓഫ് ഇൻട്രസ്റ്റ്. അപ്പം എല്ലാവരും 2-3 പ്രാവശ്യം വീഡിയോ കാണുക, എന്നിട്ട് നോട്ടും കൂടെ വായിച്ച് നോക്കുക. സംശയം ഉണ്ടെങ്കിൽ എന്നോട് ചോദിക്കുക, നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിലേക്കൂടെ എന്നോട് ചോദിക്കുക. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കാം. അപ്പം എല്ലാവർക്കും നമസ്കാരം. അടുത്ത ക്ലാസ് വീണ്ടും കാണാം. ഓക്കെ.